നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടകശനിയെക്കുറിച്ചാണ്. കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 15 തീയതിയും അതായത് 2025 മാർച്ച് മാസം 29 തീയതിയും രേവതി നക്ഷത്രവും പ്രഥമതിഥിയും ശുക്ലപക്ഷവും ഒത്തുചേർന്ന ദിവസം അന്ന് രാത്രി 9:44 ശനിയുടെ മൂലത്രികോണ രാശിയായ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ശനി പ്രവേശിക്കുകയാണ്. ഈ ശനിയുടെ മാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോരോ കാരകത്വങ്ങളുണ്ട്. എന്നാൽ ശനിയുടെ കാരകത്വങ്ങൾ മരണത്തിൻ്റെയും ആപത്തുകൾ, കള്ളന്മാർ, സാഹസിക പ്രവർത്തികൾ, തരം താഴ്ന്ന പ്രവർത്തികൾ, എണ്ണ, പല്ല്, നീചജന സഹവാസം, പാപപ്രവർത്തികൾ, അധപതനം, ദുരാചാരങ്ങൾ, സ്വാർത്ഥത, ശ്മശാനം, ക്ഷുദ്രം, പരാജയം, ചാത്തൻ സേവ, ഭൂമിലാഭം, ഭാഗ്യദോഷം, ദുഃഖം, മരണം, തടസ്സങ്ങൾ, വാതരോഗങ്ങൾ, ജയിൽവാസം, ആയുസ്, ശിക്ഷാ നടപടികൾ, ഇരുമ്പ്, ഈയം മുതലായവ ശനിയുടെ കാരകത്വങ്ങളിൽ പെടുന്നു. വലിയ പല്ലുകളും ചുമന്ന കണ്ണുകളും മുരടിച്ച രോമവും കഫവാതപ്രകൃതിയും ശനിയെ പൊതുവെ ദോഷകാരകനായ ഗ്രഹമായിട്ടാണ് കണ്ടുവരുന്നത്. പതനവും അസ്വസ്ഥത എന്നിവ മൂലം കഷ്ടതകൾ അനുഭവിപ്പിക്കുന്നതും ശനിയാണ്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ഒരു ഗ്രഹവുമാണ് ശനി. ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൻ്റെ മോശപ്പെട്ട ഭാഗങ്ങളിൽ കൂടി കടന്നുപോകുമ്പോൾ മനുഷ്യർ ആത്മീയ പ്രകാശത്തിന് ആഗ്രഹിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനുഷ്യരുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ഉത്കൃഷ്ട പദപ്രാപ്തിക്ക് തയ്യാറാക്കുന്ന ഗ്രഹമാണ് ശനി. ക്ഷമ, ഏകാഗ്രത, സ്ഥിരോത്സാഹം മുതലായവയുടെ കാരകനാണ് ശനി. ശശമഹായോഗപ്രദനായി ജാതകത്തിൽ ബലവാനായി അനുകൂല ഭാവത്തിൽ ശനി നിന്നാൽ ജാതകനെ പ്രതാപനാക്കുകയും ചെയ്യും. ശനി ഒരു പാപഗ്രഹമാണ്. ശനി ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതായത് മകരം, കുംഭം, തുലാം ഈ രാശികളിൽ നിന്നാൽ ദുഃഖം കുറയുകയും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ശനി തൻ്റെ സ്വക്ഷേത്രമായ മകരകുംഭത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അന്യധനത്തെ സ്വന്തമാക്കുന്നവനും നഗരം, സൈന്യം, ഗ്രാമം എന്നിവയിലൊന്നിൻ്റെ പ്രധാന നായകനുമായിരിക്കും. തൻ്റെ ഉച്ചരാശിയായ തുലാത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ നഗരം, സൈന്യം, ഗ്രാമം എന്നിവരാൽ ബഹുമാനിക്കപ്പെടുന്നവനും ധനികനുമായി തീരും. ശനി ഒരു രാശിയിൽ 2.5 വർഷക്കാലമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 30 വർഷം കൊണ്ടാണ് 12 രാശിയും ശനി പൂർത്തിയാക്കുന്നത്. നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം ശനിയാണ്. രാത്രി ബലമുള്ള ഗ്രഹവും ശനിയാണ്. ദുഃഖത്തിൻ്റെ കാരകത്വവും ശനിക്കാണ്. ശനി അസ്ഥിയുടെ കാരകൻ ആയതുകൊണ്ട് അസ്ഥിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, 7.5 ശനി, കണ്ടകശനി, ശനിദശാകാലഘട്ടങ്ങൾ എന്നിവയിൽ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ചന്ദ്രലഗ്നത്തിൽ നിന്നും 4, 7, 10 എന്നീ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി എന്ന് പറയുന്നത്. കണ്ടകശനി കാലഘട്ടം 7.5 ശനിയെപ്പോലെ കഷ്ടപ്പാടുള്ള കാലഘട്ടമല്ല. പ്രധാന ഫലം അലച്ചിലും സ്ഥാനചലനവും ഉണ്ടാകുകയാണ്. 4-ാം സ്ഥാനത്തുള്ള കണ്ടകശനി കാലത്ത് വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായി വരാം. ശാരീരിക അസ്വസ്ഥതയും ഇക്കാലത്ത് ഉണ്ടാകുക സാധാരണമാണ്. 7-ാം സ്ഥാനത്തുള്ള കണ്ടകശനി കാലത്ത് സ്വന്തം വീട്ടിൽ നിന്നും അന്യ വീട്ടിലേക്ക് പോകേണ്ടി വരും. 7-ാം സ്ഥാനം ചരരാശിയും കൂടിയാണെങ്കിൽ ഈ ഫലം തീർച്ചയായും അനുഭവത്തിൽ വരും. 10-ാം സ്ഥാനത്തിലെ കണ്ടകശനിക്ക് ഉദ്യോഗ സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ ചലനവും ചിലപ്പോൾ താഴ്ചയും ഉണ്ടാകും. 2025 മാർച്ച് 29 തീയതി മുതൽ 4 കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടെ കാലഘട്ടം തുടങ്ങുകയാണ്. മീനക്കൂറ്, മിഥുനക്കൂറ്, കന്നിക്കൂറ്, ധനുക്കൂറ് ഈ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് 2.5 വർഷക്കാലം കണ്ടകശനിക്കാലം തുടരുകയാണ്. ആയതിനാൽ ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മീനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി
ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും ജന്മശനിയും ആയതിനാൽ ദേഹത്തിന് വേദന, ചതവ്, മുറിവ്, പല വിധേനയുള്ള രോഗങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങൾക്കും മടിയും തടസ്സവും ഉണ്ടാകുവാനും സാധ്യതയേറുന്നു. മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം മുക്കാൽ, മിഥുനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ടതായ പല അവസ്ഥകളും ഉണ്ടാകുന്നു. അമ്മാവന്മാർക്ക് രോഗദുരിതവും ജാതകന് വാഹന അപകടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയേറുന്നു. കന്യക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് വിവാഹാദി കാര്യങ്ങളിൽ തടസ്സവും ദാമ്പത്തിക ജീവിതത്തിൽ പലതരം ക്ലേശങ്ങളും യാത്രയ്ക്ക് മുടക്കവും ഇടവിട്ട് രോഗങ്ങളും വാഹനങ്ങളിൽ നിന്നുമുള്ള വീഴ്ച മുതലായ കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം കാൽ ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിലിൽ പല വിധേനയുള്ള ക്ലേശങ്ങളും തൊഴിൽ മാറ്റത്തിനും തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുവാനും സാധ്യതയേറുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് പലവിധ കേസുകളും വന്നു ഭവിക്കുന്നു. പരിഹാരമായി ശാസ്താക്ഷേത്ര ദർശനവും ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ഉത്തമമാകുന്നു. ശബരിമല ക്ഷേത്ര ദർശനവും ഹനുമാക്ഷേത്ര ദർശനവും ഹനുമാന് വടമാല സമർപ്പണവും ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുന്നതും ശിവക്ഷേത്ര ദർശനവും ശിവന് മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. ശനീശ്വര പ്രീതിക്ക് കടും നീല നിറമോ കറുപ്പു നിറമോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കണം. നിത്യവും ഇതിന് സാധിച്ചില്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ഈ വസ്ത്രങ്ങൾ ധരിച്ച് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമം.